തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ശംഖിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതി നിനക്കെന്നും. ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ശംഖിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സന്ധ്യയുടെ സമയത്ത് അടുത്തൊരു സന്ധ്യയിലേക്ക് അടുത്തു വരുവാനും നന്ദിയോടെ സ്തുതിക്കുവാനും നൽകിയ സമയത്തിനാണ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എൻ്റെ ദൈവത്തിൻ്റെ തിരുനാമത്തിന് ആയി തീരണമേ. എൻ്റെ ദൈവമായ കർത്താവ് പറയുന്നതല്ലാതെ മറ്റൊന്നും പറയാതിരിക്കുവാൻ, എൻ്റെ കർത്താവ് പറഞ്ഞതല്ലാതെ എൻ്റെ കർത്താവ് ചെയ്യിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാതിരിക്കുവാനും എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് പ്രീതികരമായി എൻ്റെ ദൈവം തന്നെ ഞങ്ങളിലൂടെ, പരിശുദ്ധാത്മാവെ അവിടുന്ന് തന്നെ ഞങ്ങളിലൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഒരുപക്ഷെ ഇവരെ കേട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് അറിയാം. കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്ന, എവിടെ പോയാലും ആദ്യം പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രസംഗം എന്നതിനേക്കാളും ഉപരി ഒരു ചോദ്യോത്തര വേദി പോലെ ഞാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം എന്നാണ്, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? മനുഷ്യനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ചോദ്യം ബ്രോഡ് ചെയ്യാം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, നിങ്ങൾ പറയണ്ട, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സൃഷ്ടിയുടെ മേൽനോട്ടം, സ്നേഹം. മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? മനുഷ്യൻ ദൈവത്തെ പോലെ അനുരൂപമാണ്. മനുഷ്യൻ ദൈവത്തെ പോലെ വിശുദ്ധി. അപ്പം നമുക്കറിയാം, വേദപുസ്തകങ്ങളുടെ ക്രമം നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിന് ഒരുപാട് ശേഷം വരുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഒരു ദിവസം ദർശനം കാണുന്നുണ്ട്. അതായത് ഉൽപ്പത്തിക്ക് മുൻപ് ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ ദർശനം കാണുകയാണ്. ദർശനം ഇതാണ്: സ്വർഗരാജ്യത്തിൽ മാലാഖമാർ, നമുക്കറിയാം, ക്രോബന്മാരും ശ്രോപ്പന്മാരും മോദ്ബേന്മാരും എന്ന സംഖ്യരും അദൃശ്യരുമായ ഗണങ്ങളും കൂട്ടങ്ങളും ഉള്ള ഒരു വലിയ സംഘ മാലാഖ വൃന്ദങ്ങളുള്ള ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പം ഈ സ്വർഗത്തിന്റെ തലവനായി, അല്ലെങ്കിൽ സ്വർഗത്തിലെ പാട്ടുകാരുടെ തലവനായി അവിടെ ഒരു മാലാഖ ഉണ്ടായിരുന്നു, ഒരു പ്രധാനപ്പെട്ട മാലാഖ. ഈ മാലാഖ ഒരിക്കൽ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിന്, ഈ മാലാഖ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ ഞാനൊരു സിംഹാസനം പണിയും, ഇനി മുതൽ എല്ലാവരും എന്നെ സ്തുതിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാലാഖ. അപ്പൊ ഇത്രയും കാലം ദൈവത്തെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് ഇനിയും എല്ലാവർക്കും എന്നെ സ്തുതിച്ചുകൂടാ? അപ്പൊ ഞാൻ ദൈവത്തോട് കൂടെ, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം തന്നെ ദൈവത്തിന്റെ അടുത്ത ആളാണ്. അപ്പം നമുക്കൊക്കെ തോന്നും, നമ്മൾ കുറച്ച് ദൈവവുമായി അടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു വലിയ മനുഷ്യനാണെന്ന് നമുക്ക് തോന്നും പലപ്പോഴും. അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ, നമ്മൾ നല്ലൊരു കോഴ്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ ആയി തീർന്നു എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ കടന്നു വരുന്നത് പോലെ തന്നെ ഈ മാലാഖ ചിന്തിക്കുകയാണ്, ദൈവത്തിന്റെ അടുത്ത് ഇത്രയും കാലം കുറെ നാളുകളായി ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ്, എന്തുകൊണ്ട് ഇനി ദൈവത്തിനപ്പം മാലാഖ പറയുകയാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ ഞാനൊരു സിംഹാസനം പണി, ഇനി എല്ലാവരും എന്നെ സ്തുതിക്കട്ടെ.
അപ്പം ഒബിയസ്ലി എല്ലാവരും ഒരാള് പവർഫുൾ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ അയാളെ പിന്താങ്ങാൻ കുറച്ച് പേര് കാണും. അപ്പം അതുപോലെ ഒരു പറ്റം മാലാഖമാര് ഈ മാലാഖയെ പിന്താങ്ങുന്നു. ദൈവം ഈ ചിന്ത അറിയുകയും അങ്ങനെ ആ മാലാഖയുടെ ചിറകുകൾ അരിഞ്ഞ് ആ മാലാഖയെ സ്വർഗത്തിലേക്ക് തള്ളിക്കളയുന്നു. അപ്പം ആ ഒരു കൂട്ടം മാലാഖമാരെ സ്വർഗത്തിലേക്ക് തള്ളിക്കളയുന്നതായിട്ട് ഒരു ദർശനം, സ്വർഗത്തിൽ നിന്നും പാതാളത്തിലേക്ക് അല്ലെങ്കിൽ നരകം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിലേക്ക് നരകത്തിലേക്ക് തള്ളിക്കളയുന്നതായിട്ട് യെശയ്യാ പ്രവാചകൻ ദർശനം കാണുന്നുണ്ട്. അപ്പൊ ഈ ദർശനം നടക്കുന്നത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തിക്ക് മുൻപുള്ള ഒരു ദർശനമാണ്. ശരിക്കും ഉൽപ്പത്തിക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് എന്നാണ് യെശയ്യാ പ്രവാചകൻ കാണുന്നത്. ഇതിനു ശേഷം ദൈവം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വലിയ വിടവ് അവിടെ കണ്ടു. നമുക്ക് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പറ്റം മാലാഖമാരുടെ വിടവ് അവിടെ കാണുകയാണ്. അപ്പം ദൈവം ചിന്തിക്കുക, ദൈവത്തിന് അന്തരം വേണമെങ്കിൽ ഒരു പറ്റം മാലാഖമാരെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന് ഉണ്ടാക്കാവുന്നുള്ളൂ. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അതായിരുന്നു. ദൈവം ആഗ്രഹിച്ചത് ഇനിയും ഞാൻ സൃഷ്ടിക്കുന്ന മാലാഖമാർ എനിക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ വീണു പോകാൻ പാടില്ല, ദൈവത്തിനെതിരെ തിരിയുമെന്നുള്ളൊരു പേടി എല്ലാവരും ദൈവത്തിൻ്റെത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇനിയും ഒരു പറ്റം മാലാഖമാർ വീണു പോകാൻ പാടില്ല. ദൈവത്തിന് വേണമെങ്കിൽ അന്നേരം തന്നെ മാലാഖമാരുണ്ടാക്കണമല്ലോ, പക്ഷെ ദൈവം ചെയ്തില്ല. അങ്ങനെയാണ് ദൈവം ഉൽപ്പത്തി അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഭൂമി ഉണ്ടാക്കപ്പെടുകയും ജീവജാലങ്ങൾ ഉണ്ടാക്കപ്പെടുകയും. ശരിക്കും പറഞ്ഞാൽ ഏദൻ തോട്ടം ഈ ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു ലബോറട്ടറിയാണ്. ഈ ലബോറട്ടറിയിലെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് അകപ്പെട്ട് ജീവിക്കുന്ന ചില മനുഷ്യരാണ് നമ്മൾ. എന്തിനാ പരീക്ഷണങ്ങൾ, എന്തിനാ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, എന്തിനാ ഇങ്ങനെ ഒരു ലബോറട്ടറി? അപ്പം ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കി അവിടെ ആദമനെയും അവയും സൃഷ്ടിച്ചു, എല്ലാവർക്കും പറയാവുന്ന കാര്യങ്ങളാണ്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? വളരെ ഒന്ന് നമ്മൾ നല്ലോണം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടതിനു ശേഷം 9 മാസം 9 ദിവസം 9 മണിക്കൂറിന് ശേഷം എന്നാ ഒരു കണക്ക് പറയുന്നു. അപ്പം ആ ഒരു സമയത്തിനു ശേഷം തന്റെ ഉദരത്തിൽ രൂപപ്പെട്ട ഒരു കുഞ്ഞിനെ മാതാവ് ഈ ലോകത്തിന് ഒരുപാട് വേദനകൾക്കൊക്കെ ശേഷം ഈ ലോകത്തിന് ആ മാതാവ് ഈ കുഞ്ഞിനെ നൽകുകയാണ്. ഇതേ പ്രക്രിയ തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കുഞ്ഞിനെ കൊടുക്കുന്ന കാര്യമല്ല, പക്ഷെ ദൈവം നമ്മൾ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അത് നമ്മുടെ ആത്മാവെന്ന് പറയും. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ 3 തലങ്ങളാണ്: ദേഹം, ദേഹി, ആത്മാവ്. ഇങ്ങനെ 3 തലങ്ങളാണ് ശരീരം എന്ന് പറഞ്ഞാൽ. അപ്പം ദൈവം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ലോകത്തിൽ നമ്മൾ സുഖിച്ചു കഴിയുക, ഈ ലോകത്തിൽ നല്ല ജോലി, ഈ ലോകത്തിൽ നല്ലൊരു വീട്, ഈ ലോകത്തിൽ നല്ല 2-3 വണ്ടികൾ, ഈ ലോകത്തിൽ കുറച്ച് അടിച്ചു പൊളിച്ച് കഴിയുക എന്ന് ഇക്കാലത്തെ ഭാഷയിൽ പറഞ്ഞ് അടിച്ചു പൊളിച്ച് കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ തീർന്നു, ഈ ലോകത്തിൽ ജീവിച്ചു തീർക്കാം എന്നാണ് പലപ്പോഴും. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഇവിടെ തീരുകയല്ല. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും മരണത്തോടുകൂടെ നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനിയുടെ ജീവിതം, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരാളുടെ, ക്രിസ്തുവിനെ അനുയായിയായി സ്വീകരിക്കുന്ന ഒരാളുടെ ജീവിതം ഒരിക്കലും ഈ ലോകത്തിലെ മരണത്തോടുകൂടെ അവസാനിക്കുകയല്ല. പകരം ആ വ്യക്തിയുടെ ജീവിതം ഈ ലോകത്തിലെ മരണത്തോടുകൂടി ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനെ നമ്മൾ വളർത്തിയതിനു ശേഷം അമ്മ ഈ ലോകത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത് പോലെ, അമ്മ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കൈകളിലേക്ക് തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊടുക്കുന്നത് പോലെ, നമ്മളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനെ വളർത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് മരണത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. നമ്മൾ ആത്മാവിനെ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ് മരണത്തിലൂടെ. എങ്ങനെയാണ് ആത്മാവിനെ വളർത്തുന്നത്? കുഞ്ഞിനെ നമുക്ക് വളർത്താം, മോൺവിറ്റ കൊടുക്കാം, സെർലാക്ക് കൊടുക്കാം, കുഞ്ഞിനെ വളർത്താം. അതുപോലെ ആത്മാവിനെ വളർത്താൻ പറ്റുമോ? ഹോർലിക്സും മോൺവിറ്റയും കൊടുത്ത് ആത്മാവിനെ വളർത്താൻ പറ്റുമോ? ഇല്ല. മുട്ടയും പാലും കഴിച്ചാൽ ആത്മാവ് വളരത്തില്ല, ശരീരം മാത്രമേ വളരത്തുള്ളൂ. അപ്പം ആത്മാവിനെ എങ്ങനെയാ വളർത്തുന്നത്? നമ്മൾ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, നോമ്പാചരണത്തിലൂടെ, അതിനേക്കാളും ഒക്കെ ഉപരിയായി ദൈവവുമായുള്ള അടുപ്പം, പിന്നെ നല്ല സംസർഗം അല്ലെങ്കിൽ നല്ല പെരുമാറ്റം. അപ്പൊ ദൈവവുമായുള്ള സംസർഗം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല പെരുമാറ്റവും ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം
അതുപോലെ തന്നെ കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, 10 കൽപ്പനകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ദൈവവുമായുള്ള സംസർഗത്തിലൂടെ, ദൈവവുമായുള്ള അടുപ്പത്തിലൂടെ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മാക്കളെ നമ്മൾ വളർത്തുകയും നമ്മളുടെ മരണത്തിന് ശേഷം ഈ ആത്മാവിനെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആത്മാവിനെ നമ്മുടെ ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യമാണ് നമ്മുടെ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പം ഈ ലോകത്തിലേക്ക് നമുക്കൊരു ഒരു അമ്മയ്ക്ക് ഒരു പ്രീമച്വർ ബർത്ത് പറ്റില്ല. കാരണം പ്രീമച്വർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ വെന്റിലേറ്ററിലിടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരിക്കലും ഒരു പ്രീമച്വർ ബർത്ത് അല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആത്മാവ്. അപ്പം നല്ലവണ്ണം പ്രാർത്ഥനയിലൂടെ, നല്ല ജീവിതത്തിലൂടെ, നല്ല ജീവിത ശൈലികളിലൂടെ, ദൈവവുമായുള്ള അടുപ്പത്തിലൂടെ ഒക്കെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. അപ്പം ഇവിടം കൊണ്ട് ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് ഇവിടുത്തെ മരണത്തിന് ശേഷം. ഒരു ക്രിസ്ത്യാനിയുടെ മരണം ഒരിക്കലും ഒരു മരണമല്ല, പകരം അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. അപ്പം ദൈവവുമായുള്ള നല്ല അടുപ്പത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നോമ്പിലൂടെ ഒക്കെ നമ്മൾ ആത്മാവിനെ വളർത്തുവാനും നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ, പൂർണ്ണ വളർച്ചയെത്തിയ ആത്മാവിനെ കൊടുക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. തലമുനിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമായ കർത്താവിന്റെ വലിയ കൃപയിൽ വളരുവാനും ഞങ്ങൾ ആത്മാക്കളെ പൂർണ്ണ വളർച്ചയോടുകൂടെ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അപ്പ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ, നല്ല ജീവിത ശൈലികളിലൂടെ പാപത്തെ വിട്ടൊഴിഞ്ഞ് ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞ് എൻ്റെ ദൈവത്തിന്റെ തിരുമുൻപാകെ നല്ല മനുഷ്യരായി, നല്ല വ്യക്തികളായി, നല്ല കുടുംബം ഉള്ളവരായി, ഞങ്ങളിലേക്ക് നോക്കുന്നവർ ഞങ്ങളെയല്ല പിന്നെയോ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം നല്ല ജീവിത ശൈലിയുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം അപ്പ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.